ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹം നിറഞ്ഞവരെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വചനവും പ്രാർത്ഥനയും എന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരിലും ദൈവാനുഗ്രഹം നിറയപ്പെടുവാൻ വേണ്ടിയും ഈ നിമിഷം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ അടിസ്ഥാനമിട്ട് പ്രാർത്ഥനയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാനായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് പരിശ്രമിക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പുതിയൊരു പ്രഭാതം കാണാൻ ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് ഒത്തിരിയേറെ മക്കൾക്ക് ലഭിക്കാൻ പറ്റാത്തൊരു ഭാഗ്യം നമുക്ക് തമ്പുരാൻ തന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം. അതുകൊണ്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ദിവസം മുഴുവൻ കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒത്തിരി ആലോചനകൾ, ഒത്തിരിയേറെ അസ്വസ്ഥതകൾ, ഒത്തിരിയേറെ വേദനകൾ, സങ്കടങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നമുക്ക് ഇറങ്ങിത്തിരിക്കാനുള്ളതാണ്. നമ്മുടെ ജീവിതത്തെ മുഴുവൻ ദൈവകാര്യങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ തമ്പുരാൻ്റെ മുമ്പിൽ ഏൽപ്പിക്കാം. കർത്താവേ, ഇന്നത്തെ ദിവസം മുഴുവൻ നീ എൻ്റെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. വചനവും പ്രാർത്ഥനയും എന്ന ഈ ശുശ്രൂഷയിൽ ഞാൻ പങ്കുചേരുമ്പോൾ വചനത്തിൽ അടിസ്ഥാനമിട്ട് ഇന്നത്തെ ദിവസം മുഴുവൻ അനുഗ്രഹമായി, അഭിഷേകമായി മാറാൻ കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം എന്ന് പറയുന്നത് സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 55-ാം അധ്യായം 22-ാം തിരുവചനമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനമാണ് കേട്ടോ. വളരെ ശക്തിയുള്ള ഒരു ബൈബിൾ ഭാഗമാണ്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 55-ാം അധ്യായം 22-ാം തിരുവചനം. വചനം നിങ്ങൾക്കറിയാം. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. പറ്റുമെങ്കിൽ ഈ വചനം ഒന്ന് കാണപ്പാടം പഠിക്കണം കേട്ടോ. സങ്കീർത്തനം 55:22. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം. ഒരാളും നമ്മുടെ ഭാരം ഏറ്റെടുക്കാൻ തയ്യാറല്ല, ശരിയല്ലേ? ആർക്കും ഇഷ്ടമല്ല നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കാൻ. ആരെങ്കിലും നിന്റെ ഭാരം ഞാൻ എടുത്തോളാം എന്ന് പറയാറുണ്ടോ? ഇല്ല. നമുക്ക് പറ്റുമെങ്കിൽ എല്ലാവരും മറ്റുള്ളവരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുക. സ്വന്തം ഭാരം എടുക്കാതെ മറ്റൊരാളുടെ ഭാരം കൂടി എടുക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പോസിബിളായ ഒരു കാര്യമല്ല. ആരും ചെയ്യത്തില്ല. കാരണം സ്വന്തം ഭാരം തന്നെ എടുത്തിട്ട് ഒന്ന് സ്വസ്ഥായാൽ മതി. അതിൽ കൂടുതൽ എടുക്കാന്ന് പറഞ്ഞാൽ ഒട്ടും പറ്റത്തില്ല. സ്വന്തം ഭാരം തന്നെ എടുക്കാൻ പറ്റണില്ല, ഇനിയാണ് കൂടെയുള്ളവരുടെ ഭാരം. അവിടെയാണ് ഈ വചനം നമ്മളെ ഒത്തിരിയേറെ ആശ്വസിപ്പിക്കുന്നത്. എന്താണ് കർത്താവ് പറയുക? നിന്റെ ഭാരം, നിന്റെ വേദന, നിന്റെ സങ്കടം, നിന്റെ ബുദ്ധിമുട്ട്, നിന്റെ ജീവിത ക്ലേശങ്ങൾ, നിന്റെ ആകുലതകൾ, നിന്റെ പ്രതിസന്ധികൾ കർത്താവിനെ ഏൽപ്പിക്കുക, കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. സങ്കീർത്തകൻ പറയുന്നൊരു കാര്യമാണ്. നമ്മൾ ആരെ ഏൽപ്പിക്കാൻ ശ്രമിച്ചാലും എല്ലാവരും കൈയൊഴിയുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ആരൊക്കെ കൂടെയുണ്ടെന്ന് പറഞ്ഞാലും ഒരു വിഷമം വരുമ്പോൾ ഒറ്റയാകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുക. ഇന്നത്തെ ദിവസം ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളുണ്ട്. കാരണം എൻ്റെ കൂടെ ഒത്തിരി പേരുണ്ടെന്ന് പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആരോ ഉള്ളേ? ആരും ഇല്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുക. അവിടെയാണ് കർത്താവ് നമ്മളെ നോക്കി പറയുക സങ്കീർത്തകനിലൂടെ. എന്താ പറഞ്ഞു വയ്ക്കുക? നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. നിന്റെ വേദനയായിക്കോട്ടെ, കുരിശായിക്കോട്ടെ, തടസ്സങ്ങളായിക്കോട്ടെ, രോഗങ്ങളായിക്കോട്ടെ, സാമ്പത്തിക ഞെരുക്കങ്ങളായിക്കോട്ടെ, ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നമ്മുടെ ജീവിതത്തിലൊക്കെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി വരുന്ന മനുഷ്യരുണ്ട്, അവരുടെ ആവശ്യങ്ങൾ കിട്ടാൻ വേണ്ടി. അല്ലാതെ നമ്മുടെ ആവശ്യം നടത്തി തരാൻ വരുന്ന മനുഷ്യർ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ കുറവാണ്. അവിടെയാണ് ഈ വചനം നമ്മളെ ഒത്തിരിയേറെ ആശ്വസിപ്പിക്കുന്നത്. എന്താണ്? അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നമ്മുടെ ഭാരം കർത്താവിനെ ഏൽപ്പിച്ചാൽ താങ്ങുന്നൊരു ദൈവമുണ്ടെന്ന് എപ്പോഴും ഓർക്കുക. നിന്റെ വേദന കർത്താവിനെ ഏൽപ്പിച്ചാൽ ആ വേദനയ്ക്ക് ഉത്തരം തരുന്നൊരു ദൈവമുണ്ടെന്ന് ചിന്തിക്കുക. നിന്റെ കഷ്ടപ്പാടും കടബാധ്യതയും രോഗവും ഒക്കെ ദൈവത്തെ ഏൽപ്പിച്ചാൽ അതിന് ഉത്തരം തരുന്നൊരു ദൈവമുണ്ടെന്ന് ചിന്തിക്കുക. അവിടെയാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. ഒത്തിരി ഭാരങ്ങളുള്ളവരെ നമ്മളൊക്കെ കേട്ടോ. ഒത്തിരി ഭാരങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തിൻ്റെതായിട്ടുള്ള, മക്കളുടേതായിട്ടുള്ള, ജീവിതത്തിൻ്റെതായിട്ടുള്ള ഒത്തിരി ഭാരങ്ങൾ നമുക്കുണ്ട്. അത് പലതരത്തിലാകാം. ചിലപ്പോൾ കടബാധ്യതയായിരിക്കാം, രോഗങ്ങളായിരിക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും ഏൽക്കാൻ തയ്യാറാകാത്ത ഇന്നത്തെ കാലഘട്ടത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ഏൽക്കും. എല്ലാ ഭാരങ്ങളും, എല്ലാ വേദനകളും, എല്ലാ കുരിശുകളും ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ കൊടുക്കാം. അവിടുന്ന് നമ്മളെ താങ്ങുന്ന ദൈവമാണ്. ഒരിക്കലും പുറത്താക്കുന്ന ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ദൈവമല്ല, തള്ളിക്കളയുന്ന ദൈവമല്ല, താങ്ങുന്ന ദൈവമാണ്. ആ ദൈവത്തിന് മുമ്പിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് സമർപ്പിക്കാം. ഇന്നത്തെ ദിവസം മുഴുവനായിട്ട് കർത്താവിന് കൊടുക്കാം. അവിടെയാണ് നമുക്ക് അഭിഷേകം ഉണ്ടാകുക, അനുഗ്രഹം ഉണ്ടാകുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. കരുണിവാനായ ദൈവമേ,
വചനവും പ്രാർത്ഥനയും എന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെയും നിൻ്റെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കണേ കർത്താവേ, ഇവരെ ആശീർവദിക്കണേ കർത്താവേ. ഇന്നത്തെ ദിവസം ഈ വചനത്തിൽ അധിഷ്ഠിതപ്പെട്ട് പ്രത്യേകമായിട്ട് സങ്കീർത്തകൻ 55:22 പറയുന്നത് പോലെ നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും എന്ന വചനത്തിൻ്റെ ശക്തിയാൽ കർത്താവേ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും നിന്നെ ഏൽപ്പിക്കുവാനും എല്ലാ സങ്കടങ്ങളും നിന്നെ ഏൽപ്പിക്കുവാനും നിന്നോട് ചേർന്ന് ജീവിക്കാനും ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ കർത്താവേ. ഇവരുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളും നിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ കരം ഈ മക്കളോട് കൂടെ ഉണ്ടാകട്ടെ. പ്രത്യേകമായിട്ട് നിൻ്റെ അഭിഷേകം ഈ മക്കളോട് കൂടെ ഉണ്ടാകട്ടെ. നിൻ്റെ അനുഗ്രഹം ഈ മക്കളോട് കൂടെ ഉണ്ടാകട്ടെ. കാരണവാനായ ദൈവമേ, നീ ഞായറാഴ്ച ദിവസം കർത്താവിൻ്റെ ദിവസമായിട്ട് ഞങ്ങൾ ആചരിക്കുമ്പോൾ നിൻ്റെ അഭിഷേകവും നിൻ്റെ അനുഗ്രഹവും നീ മക്കൾക്ക് ചൊരിയണമേ. മെയ് 10 തീയതി എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ ജീവിതത്തിന് വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിൻ്റെ അഭിഷേകം ചൊരിഞ്ഞ് ഈ മക്കളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ. കാരണവാനായ ദൈവമേ, വചനവും പ്രാർത്ഥനയും എന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെയും, അതോടൊപ്പം ഈ വചനത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും, ഇത് ഷെയർ ചെയ്യുന്ന ഓരോ വ്യക്തികളെയും, അതോടൊപ്പം തന്നെ സ്റ്റാറ്റസ് ആക്കുന്നവരെയും ഒക്കെ നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് അഭിഷേകം കൊണ്ട് നിറയ്ക്കണേ കർത്താവേ. ഇന്നത്തെ ദിവസം ഒത്തിരിയേറെ അനുഗ്രഹമുള്ളൊരു ദിവസമായി മാറട്ടെ. എൻ്റെ ഭാരങ്ങൾ ഏൽക്കുന്നൊരു കർത്താവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ ഇവരെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. കാരണവാനായ ദൈവത്തിൻ്റെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും യേശുനാമത്തിൻ്റെ അഭിഷേകവും നിങ്ങളോടും നിങ്ങളുടെ പ്രാർത്ഥനകളോടും നിങ്ങളുടെ ആവശ്യങ്ങളോടും നിങ്ങളുടെ നിയോഗങ്ങളോടും കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പറ്റുമെങ്കിൽ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. പരമാവധി പേര് സ്റ്റാറ്റസ് ആക്കണം. എന്നാലാണത് ഒത്തിരി പേർക്ക് എത്തുകയുള്ളൂ. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കൂടെ ഉണ്ടാകണമേ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം കൂടെ ഉണ്ടാകട്ടെ.